ശാസ്ത്രലോകം. ഇന്ന് ശാസ്ത്രലോകത്തിൽ കുട്ടിഗ്രഹങ്ങളും ഭൂമിയുടെ പരിണാമവും. കുട്ടിക്കാനം മരിയൻ കോളേജ് ഫിസിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിജിൽ മാത്യു സംസാരിക്കുന്നു. നമ്മുടെ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന, ചിലപ്പോഴെങ്കിലും ഭൂമിക്ക് ഭീഷണി ഉയർത്തുന്ന കുറച്ച് ആകാശഗോളങ്ങളുണ്ട്. സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളുമായി ഘടനയിൽ സാമ്യമുള്ളതും എന്നാൽ അവയേക്കാൾ വളരെ ചെറുതുമായ ബഹിരാകാശത്തിലെ വസ്തുക്കളെയാണ് ആസ്ട്രോയിഡ്സ് അഥവാ ചിഹ്നഗ്രഹങ്ങൾ അല്ലെങ്കിൽ കുട്ടിഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. ഭൂരിഭാഗവും ആസ്ട്രോയിഡ്സും സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നറിയപ്പെടുന്ന ഭ്രമണപഥത്തിലാണ്. ആസ്ട്രോയിഡുകളുടെ രൂപം ഉരുണ്ടതോ നീളമുള്ളതോ ഒക്കെ ആകാം. ഇതിൽ ചിലതിന് ഉപഗ്രഹങ്ങൾ പോലും ഉണ്ടാകും. ചിലതിന് ഭൂമിയിലെ ഒരു നഗരത്തോളം തന്നെ വലിപ്പവും ഉണ്ടാകും. 1908 ജൂൺ 30 സൈബീരിയയിലെ ടെങ്കുസ്കയിൽ പതിച്ച ഉൽക്കയുടെ വാർഷികമാണ് എല്ലാ വർഷവും ജൂൺ 30 ഇൻ്റർനാഷണൽ ആസ്ട്രോയിഡൽ ഡേ ആയി ആചരിക്കുന്നത്. കോമറ്റ് അഥവാ വാൽനക്ഷത്രവും സൂര്യനെ ചുറ്റുന്ന ബഹിരാകാശ വസ്തു തന്നെയാണ്. എന്നാൽ ആസ്ട്രോയിഡിനെ പോലെ ഇത് പാറ കൊണ്ട് മാത്രം ഉണ്ടാക്കിയതല്ല. പാറയോടൊപ്പം ഐസും പൊടിപടലങ്ങളും എല്ലാം ഇവയിലുണ്ടാകും. വാൽനക്ഷത്രം സൂര്യനോട് അടുക്കുമ്പോൾ ഇതിലെ ഐസും പൊടിപടലങ്ങളും ആവിയായി പോകുന്നു. ഈ ആവി ഒരു ടെലസ്കോപ്പിൽ കൂടി നോക്കുമ്പോൾ ഒരു വാൽ പോലെ കാണപ്പെടും. അതുകൊണ്ടാണ് ഇവയെ വാൽനക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. ഹാലിസ് കോമറ്റാണ് മനുഷ്യന് ഏറ്റവും സുപരിചിതമായ വാൽനക്ഷത്രം. ഓരോ 75 വർഷം കൂടുമ്പോഴും ഭൂമിക്ക് അടുത്ത് എത്തുന്ന കോമറ്റ് ആണിത്. ആസ്ട്രോയിഡുകളുടെ ചെറിയ പതിപ്പാണ് മീറ്ററോയിഡ്സ് അഥവാ ഉൽക്കകൾ. പലപ്പോഴും ആസ്ട്രോയിഡ്സ് തമ്മിലുള്ള കൂട്ടിയിടിയിൽ നിന്നാണ് മീറ്ററോയിഡ്സ് ഉണ്ടാകുന്നത്. ഈ ചെറിയ ഉൽക്കകൾ ഭൂമിയോട് അടുക്കുമ്പോൾ ഭൂഗുരുത്വാകർഷണത്തിന് വിധേയമായി അത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നു. അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അവയുടെ വേഗത കാരണം കത്തി അമരുന്നതിനാണ് സാധ്യത കൂടുതൽ. അതിനെയാണ് കൊള്ളിയാൻ, കൊള്ളിമീൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന നീളൻ പ്രകാശമായി നാം ആകാശത്ത് ഇടയ്ക്കിടെ കാണുന്നത്. അന്തരീക്ഷത്തിൽ കത്തി അമരാതെ ബാക്കി വരുന്ന ഉൽക്കാഭാഗങ്ങൾ ഭൂമിയിൽ പതിക്കാറുണ്ട്. ഇതിനെയാണ് മീറ്ററോയിഡ്സ് അഥവാ ഉൽക്കാശില എന്ന് പറയുന്നത്. 1801 SG പിയാസി എന്ന സയൻറ്റിസ്റ്റ് 1000 കിലോമീറ്റർ വ്യാസമുള്ള ബഹിരാകാശ വസ്തുവിനെ സൂര്യനിൽ നിന്ന് 2.8 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയായി കണ്ടു. സൈറസ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ കുട്ടിഗ്രഹത്തിന് പിന്നാലെ പല്ലാസ്, ജൂണോ, വെസ്റ്റ എന്നിങ്ങനെ 3 കുട്ടിഗ്രഹങ്ങളെ കൂടി ഏതാണ്ട് അത്ര തന്നെ അകലത്തിൽ കണ്ടുപിടിച്ചു. തുടർന്നുള്ള നിരീക്ഷണങ്ങളുടെ ഫലമായി അനേകം കുട്ടിഗ്രഹങ്ങളെ കാണുവാൻ കഴിഞ്ഞു. ഇന്ന് അനേകായിരം കുട്ടിഗ്രഹങ്ങളെ അഥവാ ചിഹ്നഗ്രഹങ്ങളെ നമുക്കറിയാം. 1997 ജൂണിൽ നിയർ എർത്ത് ആസ്ട്രോയിഡ് റണ്ടോവേഴ്സ് എന്ന പരീക്ഷണ പേടകം മിഡിൽഡേ 253 എന്ന കുട്ടിഗ്രഹത്തെ അതിൻ്റെ അടുത്തുകൂടി പോയി നിരീക്ഷിച്ച് അനേകം ചിത്രങ്ങൾ ഭൂമിയിലേക്ക് അയച്ചു. നിയർ പേടകവും മിഡിൽഡേ കുട്ടിഗ്രഹവും തമ്മിലുള്ള നേരിയ ഗുരുത്വാകർഷണ ബലമുണ്ടാക്കിയ ഡോപ്ലർ പ്രഭാവം അപഗ്രഥിച്ച് മിഡിൽഡേയുടെ ഭാരം കണക്കാക്കി. അതിൽ നിന്ന് ആസ്ട്രോയിഡ്സിൻ്റെ സാന്ദ്രത ഏറെക്കുറെ ജലസാന്ദ്രതയ്ക്ക് തുല്യമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതായത് ആസ്ട്രോയിഡ്സ് അഥവാ ചിഹ്നഗ്രഹം ഒരു ഖരവസ്തുവല്ലെന്നും അവശിഷ്ടങ്ങളുടെ ഒരു കൂമ്പാരമാണെന്നും മനസ്സിലാക്കി. കുട്ടിഗ്രഹത്തിൻ്റെ പേരും മുമ്പിൽ ചേർക്കുന്ന സംഖ്യയും അന്തർദേശീയ ആസ്ട്രോണമിക്കൽ യൂണിയൻ നൽകുന്നതാണ്. വിദഗ്ധരല്ലാത്തവരുൾപ്പെടുന്ന വാനനിരീക്ഷകർ ഏതെങ്കിലും ഒരു കുട്ടിഗ്രഹത്തെ പുതിയതായി ആകാശത്ത് കണ്ടാൽ ആ വിവരം ലോകത്തെമ്പാടുമുള്ള നിരീക്ഷണശാലകളെ അറിയിക്കുന്നു. അതിനെ തുടർന്ന് മറ്റനേകം ശാസ്ത്രജ്ഞന്മാർ നിരന്തര നിരീക്ഷണത്തിലൂടെ കണ്ടത് ഒരു പുതിയ കുട്ടിഗ്രഹമാണെന്ന് ഉറപ്പുവരുത്തുന്നു. ആദ്യം ഇന്നോളം കണ്ടുപിടിക്കപ്പെട്ടവയുടെ ക്രമത്തിലുള്ള അവസാന നമ്പർ അതിന് നൽകുന്നു. അതിനുശേഷമാണ് നാമകരണം. ആദ്യം കണ്ടയാൾ നിർദ്ദേശിക്കുന്നതാണ് സാധാരണയായി കുട്ടിഗ്രഹത്തിൻ്റെ പേര്. ഉദാഹരണമായി 253 മിഡിൽഡേ എന്നത് സൂചിപ്പിക്കുന്നത് 253ാമതായി കണ്ടുപിടിക്കപ്പെട്ട കുട്ടിഗ്രഹം എന്നതാണ്. ചൊവ്വയുടെ ഭ്രമണപഥവുമായി കൂട്ടിമുട്ടുന്ന കുട്ടിഗ്രഹങ്ങളെ അമോർസ് എന്നും ഭൂമിയുടെ ഭ്രമണപഥവുമായി കൂട്ടിമുട്ടുന്നവയെ അപ്പോളോസ് എന്നും ഭൂമിയുടെ ഭ്രമണപഥത്തേക്കാൾ കുറഞ്ഞ ഭ്രമണപഥമുള്ളവയെ ആറ്റൻസ് എന്നുമാണ് വിളിക്കുന്നത്. ഭൂമിയിൽ നിന്ന് കണ്ടെടുത്ത ഉൽക്കകൾ മിക്കവയും ഇവിടെ വീണ കുട്ടിഗ്രഹങ്ങളുടെ കഷ്ണങ്ങളാണ്. കുട്ടിഗ്രഹങ്ങളുടെയും മറ്റും അവശിഷ്ടങ്ങളായ ഉൽക്കകൾ ഭൂമിയുടെ പരിണാമ ചരിത്രത്തിൽ പ്രധാനമായൊരു പങ്ക് വഹിച്ചു.
ചില ശാസ്ത്രജ്ഞരെങ്കിലും വിശ്വസിക്കുന്നത് 460 കോടി വർഷം മുമ്പ് ചൊവ്വയോളം വലിപ്പമുള്ള ഒരു വസ്തു ഭൂമിയുമായി കൂട്ടിയിടിച്ചു എന്നും ആ ആഘാതത്താൽ ഉരുകി ദ്രവ്യാവസ്ഥയിലായ ഭൂമിയിൽ നിന്ന് അടർന്ന കുറേ ഭാഗം പിന്നീട് ചന്ദ്രനായി തീർന്നു എന്നുമാണ്. അത്തരം അവശിഷ്ട വസ്തുക്കൾ ഭൂമിയിൽ പതിച്ചതിൻ്റെ പാടുകൾ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെ ഫലമായി തേഞ്ഞുമാഞ്ഞു പോയെന്നും അവർ വിശ്വസിക്കുന്നു. എന്നാൽ ചന്ദ്രനിൽ അത്തരം അഗ്നിപർവ്വത പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പാടുകൾ മാഞ്ഞില്ല. കുട്ടിഗ്രഹങ്ങളുടെയും വാൽനക്ഷത്രങ്ങളുടെയും ഭൂമിയിലേക്കുള്ള പതനം ജീവന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. 50 മീറ്റർ വ്യാസമുള്ള ഒരു കുട്ടിഗ്രഹം 50,000 വർഷങ്ങൾക്ക് മുമ്പ് വീണുണ്ടായ 1.13 കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഗർത്തം അമേരിക്കയിലെ അരിസോണയിൽ ഇപ്പോഴുമുണ്ട്. വേറെയുമുണ്ട് കുട്ടിഗ്രഹങ്ങളുടെയും വാൽനക്ഷത്രങ്ങളുടെയും കഷ്ണങ്ങൾ ഭൂമിയിൽ പതിച്ചതിൻ്റെ അനേകം തെളിവുകൾ. 20-ാം നൂറ്റാണ്ടിൽ ഭൂമിക്കുണ്ടായ ഏറ്റവും വലിയ ആഘാതം 1908 ജൂൺ 30 റഷ്യയിലെ ടെങ്കുസ്കായിൽ പതിച്ച ബഹിരാകാശ വസ്തു സൃഷ്ടിച്ചതാണ്. ഈ ബഹിരാകാശ വസ്തു ശിലാരൂപത്തിലെ ഒരു കുട്ടിഗ്രഹമോ അല്ലെങ്കിൽ വാൽനക്ഷത്രമോ ആയിരുന്നെന്നും അത് ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് 6 കിലോമീറ്റർ മുകളിൽ വെച്ച് പൊട്ടിത്തെറിച്ചു എന്നുമാണ് വിശ്വസിക്കുന്നത്. ഇത് ഭൂതലത്തിൽ ഇടിച്ചാണ് പൊട്ടിത്തെറിച്ചതെങ്കിൽ ഭൂമിയുടെ ചരിത്രമാകെ മറ്റൊന്നാകുമായിരുന്നു. ഉപരിതലത്തിന് വളരെ മുകളിൽ ആയിരുന്നതിനാൽ പൊട്ടിത്തെറിയുടെ ഷോക്ക് വേവ്സ് 1000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലെ വനപ്രദേശങ്ങളിലുള്ള സകല വൃക്ഷങ്ങളെയും കരിക്കുകയും 60 കിലോമീറ്റർ ദൂരം വരെയുള്ള സ്ഥലങ്ങളിലെ ആളുകളെ നിലംപതിപ്പിക്കുകയും ചെയ്തു. 1994 ജൂലൈയിൽ ഷൂമാക്കർ ലെവി നയൺ വ്യാഴത്തിലിടിക്കുന്നത് വളരെ ആകാംക്ഷയോടെയാണ് ശാസ്ത്ര സമൂഹം നോക്കിക്കണ്ടത്. ഒറ്റ രൂപമായിരുന്ന ഈ വസ്തു വ്യാഴത്തിനോടടുത്ത് വന്ന മുറയ്ക്ക് ഗുരുത്വാകർഷണ ബലം മൂലം കഷ്ണങ്ങളായി പരിണമിക്കുകയും ഒരു മാലയിലെ മുത്തുകളെ പോലെ വ്യാഴോപരിതലത്തിലേക്ക് നീങ്ങുകയും ചെയ്ത് ദൂരദർശനിയിലൂടെ കാണാവുന്നതായിരുന്നു. യഥാർത്ഥത്തിൽ ഷൂമാക്കർ ലെവിയുടെ വ്യാഴത്തിലേക്കുള്ള പതനവും തെറ്റായതെങ്കിലും 1997 10F2 എന്ന കുട്ടിഗ്രഹം 2028 ഭൂമിയിൽ പതിക്കുമെന്ന വാർത്തയുമാണ് കുട്ടിഗ്രഹങ്ങളുടെയും വാൽനക്ഷത്രങ്ങളെയും കുറിച്ചുള്ള ആകാംക്ഷയും ഭീതിയും ജനങ്ങളിൽ വളർത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയർ ഒബ്ജക്റ്റ് പ്രോഗ്രാം ഓർ NOP എന്നൊരു വിപുലമായ പദ്ധതി തന്നെ ഭൂമിയുടെ രക്ഷയ്ക്കായി ആരംഭിച്ചു. 10 കിലോമീറ്ററിൽ 1 വ്യാസത്തിൽ കൂടിയ വരുംകാലങ്ങളിൽ ഭൂമിയിൽ പതിക്കുവാൻ സാധ്യതയുള്ള ബഹിരാകാശ വസ്തുക്കളെ വളരെ നേരത്തെ തിരിച്ചറിഞ്ഞ് രക്ഷാമാർഗങ്ങൾ സജ്ജീകരിക്കുന്ന പദ്ധതിയാണ് ഇത്. ഒരുപക്ഷെ കുട്ടിഗ്രഹമോ വാൽനക്ഷത്രമോ ഭൂമിയുടെ നേർക്ക് നാശം വിതയ്ക്കുവാൻ വരുന്നുവെന്ന് വിചാരിക്കുക. നിരീക്ഷണ യന്ത്രങ്ങൾക്ക് കൊലയാളി കുട്ടിഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നവയെ കാണാനാകുമെങ്കിലും നമുക്ക് നേരിൽ കാണാൻ കഴിയില്ല. ദൂരദർശനിയിലൂടെ ഇപ്രകാരം ഒന്നിനെ കണ്ടുവെന്ന് ഉറപ്പായാൽ തുടർ നടപടികൾ ആരംഭിക്കുകയായി. അപ്പോൾ അതിൻ്റെ തുടർ നടപടികളിൽ ആദ്യം കണ്ട ആളുടെ കൈപ്പിടിക്ക് മുകളിലായിരിക്കും. അയാൾ ലോകത്തെവിടെയുമുള്ള നിരീക്ഷണാലയങ്ങളിലേക്ക് കണ്ട വിവരം അറിയിക്കുന്നു. നിരീക്ഷണശാലകളിലെ അന്വേഷണ സംഘങ്ങൾ ഈ ബഹിരാകാശ വസ്തുവിൻ്റെ ഭാവി സഞ്ചാരപഥം കൃത്യമായി തിട്ടപ്പെടുത്തുന്നു. വാനശാസ്ത്രജ്ഞന്മാർക്ക് കുട്ടിഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് പുതിയതായി കണ്ടെത്തിയ ബഹിരാകാശ വസ്തുവിൻ്റെ സഞ്ചാരമാർഗം, വലിപ്പം, നിറം, സാധ്യമായ ഘടന തുടങ്ങിയവ നിർണ്ണയിക്കുന്നു. ഇടയ്ക്ക് വെച്ച് ഈ ബഹിരാകാശ വസ്തു അപ്രത്യക്ഷമായെന്നും വരാം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പൂർവ്വകാല സഞ്ചാരപഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാവി നിർണ്ണയിക്കുന്നത്. ഒരു വലിയ കുട്ടിഗ്രഹമോ ധൂമകേതുവോ ആണ് ഭൂമിയുമായി കൂട്ടിയിടിക്കുന്നതെങ്കിൽ അതൊരു മഹാവിപത്തായിരിക്കും. ഉദാഹരണത്തിന് 1 മുതൽ 2 കിലോമീറ്റർ വലുപ്പമുള്ള അങ്ങനെ ഒരെണ്ണം ഭൂമിയിലേക്ക് ഇടിച്ചാൽ അതിൻ്റെ ആഘാത ശക്തി 1 ലക്ഷം മുതൽ 10 ലക്ഷം വരെ മെഗാ TNT ആയിരിക്കും. ഓർക്കുക, ഭൂമിയിലുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ അണുബോംബിന്റെ ശക്തി 60 മെഗാടൺ TNT മാത്രമാണ്. ഭൂമിയുടെ 70% സമുദ്രമായതുകൊണ്ട് ഒരു വലിയ കുട്ടിഗ്രഹം സമുദ്രത്തിലാണ് വീഴുന്നതെങ്കിൽ ഭൂകമ്പത്തിലുണ്ടാകുന്ന കമ്പന തരംഗങ്ങളെപ്പോലെ വലിയ ജലതരംഗങ്ങളുണ്ടായി, അതായത് സുനാമി, എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഒരു ഏകദേശ കണക്കനുസരിച്ച് 1 കിലോമീറ്റർ വ്യാസമുള്ള ഒരു കുട്ടിഗ്രഹം അറേബ്യൻ സമുദ്രത്തിൽ വീണാൽ 30 നില ഉയരമുള്ള കെട്ടിടത്തിന്റെ പൊക്കത്തിൽ സമുദ്രജലം ഉയർന്ന് മുംബൈ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ മുഴുവൻ പ്രദേശങ്ങളും മുങ്ങിപ്പോകും. ഇനി ഈ ഭീഷണിയെ നേരിടാൻ ക്രിയാത്മകമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. ആദ്യപടി ഭൂമിയോടടുത്തുള്ള കുട്ടിഗ്രഹങ്ങളുടെയും വാൽനക്ഷത്രങ്ങളുടെയും പൂർണ്ണമായ ഒരു പട്ടികയുണ്ടാക്കി അവയുടെ സഞ്ചാരപഥം, ഭൗതിക സ്വഭാവങ്ങൾ, എല്ലാറ്റിനുമുപരി രാസഘടന മുതലായ വിവരങ്ങൾ അറിയുകയാണ്. രാസഘടനയുടെ പ്രാധാന്യം ലോഹനിർമ്മിതമായ ഒരു കുട്ടിഗ്രഹത്തെ കൈകാര്യം ചെയ്യുന്നത്
ശിലാനിർമ്മിതമായ ഒന്നിനെ കൈകാര്യം ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് എന്നതുകൊണ്ടാണ്. യുദ്ധതന്ത്രങ്ങളിലെ പോലെ ഒരു അന്വേഷണ പേടകത്തെ ബഹിരാകാശത്തേക്ക് അയച്ച് കുട്ടിഗ്രഹങ്ങളുടെയും ഭൂമിയിൽ പതിക്കാൻ സാധ്യതയുള്ള മറ്റ് വസ്തുക്കളുടെയും സ്ഥിതിവിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. ഒരു പ്രധാന സംഗതി, എത്ര കണ്ട് നേരത്തെ വിവരങ്ങൾ ലഭിക്കുന്നുവോ അത്ര കണ്ട് എളുപ്പത്തിൽ പരിഹാരം നേടാൻ കഴിയുമെന്നതാണ്. അടുത്തപടി കൂട്ടിയിടി എങ്ങനെ ഒഴിവാക്കുമെന്നതാണ്. യഥാർത്ഥത്തിൽ ഇതെങ്ങനെ വേണമെന്ന് ഇപ്പോഴും ആർക്കും കൃത്യമായി അറിഞ്ഞുകൂടാ. എങ്കിലും പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള 2 മാർഗങ്ങളുണ്ട്. അതിലൊന്ന്, മിസൈലുകളിൽ അണുബോംബുകൾ വെച്ച് ഇത്തരം വസ്തുക്കളുടെ മേൽ അവ ഭൂമിയോട് അടുത്ത് വരുന്നതിന് വളരെ മുമ്പ് തന്നെ വീഴ്ത്തി അവയെ പൂർണ്ണമായി നശിപ്പിക്കുക എന്നതാണ്. എന്നാൽ കാൾ സാഗൻ പോലെയുള്ള പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നത് ഇത് കൂടുതൽ വിനാശം ഭൂമിയിൽ വരുത്തുമെന്നതാണ്. പൊട്ടിത്തെറിക്ക് ശേഷം നിയർ എർത്ത് ആസ്ട്രോണമുകളുടെ അവശിഷ്ടങ്ങളും അണുപ്രസരണ വസ്തുക്കളും ഭൂമിയിലേക്ക് പതിക്കുവാനുള്ള സാധ്യത ഈ മാർഗത്തിൽ ഉണ്ടെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാരണം. മറ്റൊരു മാർഗമുള്ളത്, കൂടുതൽ അകലങ്ങളിൽ വെച്ച് ഭൂമിയിൽ ഇടിക്കാൻ വരുന്ന വസ്തുവിന് മേൽ മനുഷ്യനിർമ്മിത റോക്കറ്റുകൾ ഇറക്കി അവയുടെ ബലത്താൽ ദിശ മാറ്റുക എന്നതാണ്. ഏതൊരു ബഹിരാകാശ വസ്തുവിനെയാണോ നശിപ്പിക്കുകയോ ദിശ മാറ്റുകയോ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രതിരോധ ശക്തി എത്രയെന്നോ രൂപം തന്നെ എന്തെന്നോ അറിയുവാനുള്ള മാർഗങ്ങളൊന്നും നിർഭാഗ്യവശാൽ നമുക്കിപ്പോഴില്ല. ശാസ്ത്രജ്ഞന്മാർ വിവരിച്ചതുപോലെ ബഹിരാകാശ വസ്തുക്കൾ ഭൂമിയിൽ പതിച്ചാൽ ഉണ്ടാകുന്ന നാശങ്ങളുടെയും അവ പതിക്കുവാനുള്ള സാധ്യതകളുടെയും കുറെ പഠനങ്ങൾ ഇതിനകം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. കുറെ പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അടുത്ത 2 ദശാബ്ദ കാലഘട്ടത്തിനുള്ളിൽ എല്ലാ നിയർ എർത്ത് ആസ്ട്രോയിഡുകളെയും കുട്ടിഗ്രഹങ്ങളെയും വാൽനക്ഷത്രങ്ങളെയും കണ്ടുപിടിക്കാനാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഒട്ടേറെ ചെലവുള്ള വിപുലമായ ഈ ഏർപ്പാടിൽ ലോകരാജ്യങ്ങളെല്ലാം പങ്കുചേരേണ്ടതുണ്ട്. കുട്ടിഗ്രഹങ്ങളും ഭൂമിയുടെ പരിണാമവും. കുട്ടിക്കാനം മരിയൻ കോളേജ് ഫിസിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിജിൽ മാത്യു സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ശാസ്ത്രലോകം സമാപിക്കുന്നു.